സരസ്വതി ദേവി തനിക്ക് കുടിയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തിനായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. ദേവി നേരെ കൊട്ടാരത്തിലെത്തി ദേവി കാണുന്നത് അവിടെ മുഴുവൻ അഹങ്കാരവും മത്സരബുദ്ധിയുമാണ്. ഈഗോ ക്ലാഷ് അതൊക്കെയാണ് അവിടെ കാണുന്നത്. മത്സരബുദ്ധിയും അഹങ്കാരവും ഒക്കെ നിറഞ്ഞ ആ ഒരു സ്ഥലം തനിക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കിയ ദേവി അവിടെ നിന്ന് നടന്നു. അവിടെ നിന്ന് നേരെ എത്തിയത് ഒരു മധ്യവർത്തിയുടെ വീട്ടിലാണ്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച അവിടുത്തെ മക്കൾ ലഹരിയിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. ലഹരി ഉപയോഗിച്ച് കുടിച്ചു കൂത്തായി ഇരിക്കുന്ന മക്കൾ. അത് കണ്ട ഉടനെ അവിടെയും തനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന ദേവി അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നു. അങ്ങനെ എത്തിച്ചേരുന്നത് ഒരു പാവപ്പെട്ട വീട്ടിലാണ്. തനിക്കിവിടെ സ്വസ്ഥത കിട്ടുമെന്ന് വിചാരിക്കുന്ന ദേവി അവിടെ കാണുന്നത് പരസ്പരം അടികൂടുന്നു. കാരണം ദാരിദ്ര്യത്തിൻ്റെ പേരിൽ, കഷ്ടപ്പാടിൻ്റെ പേരിൽ, വിശപ്പിൻ്റെ പേരിലൊക്കെ പരസ്പരം അടികൂടുന്ന ആളുകളെയാണ് അവിടെയും കാണുന്നത്. വളരെ സങ്കടത്തോടു കൂടി ദേവി വിഷ്ണുവിൻ്റെ അടുത്ത് വന്നു. വിഷ്ണുവിനോട് പറഞ്ഞു, പ്രഭു, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമില്ല. ഞാൻ പോയിടത്തൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് കാണുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഒരു കാര്യം ചെയ്യൂ. നിഷ്കളങ്കരും നിർമ്മലരുമായിട്ടുള്ള, അതേപോലെ തന്നെ വിനയമുള്ളവരുമായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ കുടിയിരുന്നുള്ളൂ. അവിടെ താങ്കൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാകും, വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം. അങ്ങനെയാണ് ദേവി വിനയമുള്ളവരുടെ അടുത്ത് എത്തിയതെന്നും, വിനയമുള്ളവർക്ക് ആ ഒരു, നമ്മൾ പറയാറുണ്ട്, ഇരിക്കുന്ന കൊമ്പ് നിറഞ്ഞതാണ് എങ്കിൽ, ഫലം നിറഞ്ഞതാണ് എങ്കിൽ അതെപ്പോഴും ചാഞ്ഞു കിടക്കുമെന്ന് പറയാറുണ്ട്. അതേപോലെ നിറകുടം തുളുമ്പില്ല എന്ന് പറയാറുണ്ട്. ആ ഒരു അനുഗ്രഹം ഉണ്ടായത് അങ്ങനെയാണ് എന്ന് പറയപ്പെടുന്നു. ഹാവ് എ നൈസ് ഡേ.